വിജയമരണത്തോടെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിത വിജയം. ആസന്ന മരണനായി കിടക്കുന്ന വ്യക്തിയെ രോഗസന്ദർശനാർത്ഥം നാം സമീപിക്കാറുണ്ടല്ലോ. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. ആ സന്ദർഭത്തിൽ അദ്ദേഹം എന്ത് ആവശ്യപ്പെട്ടാലും നിറവേറ്റി കൊടുക്കാനുള്ള സന്നദ്ധതയിലായിരിക്കും നമ്മളെല്ലാവരും. എന്നാൽ അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക് യാചകനായി കടന്നു വരുന്ന ആരെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരാൾ വന്നാൽ അയാളോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കും? രോഗിയുടെ സമീപനം എന്തായിരിക്കും? എന്തായാലും പോസിറ്റീവായ ഒരു പ്രതികരണം ആ യാചകന് കേൾക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാണല്ലോ. എങ്കിൽ ഒരു സംഭവം പറയാം, കേട്ടോളൂ. സൂഫിയായ ബിശ്റുൽ ആഫി തൻ്റെ ജീവിതത്തിൽ സായം വേളയിലായിരിക്കുകയാണ്. ഇനി കൂടുതൽ കാലം ജീവിക്കില്ല. രോഗം ശരീരത്തിൽ പിടിമുറുക്കിയിരിക്കുന്നു. പ്രയാസകരമായ ആ സന്ദർഭത്തിലാണ് ദരിദ്രനായ ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് കയറി വന്നത്. തൻ്റെ ഇല്ലായ്മയും വല്ലായ്മയുമെല്ലാം അയാൾ അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്നോ? ധരിച്ച വസ്ത്രം അഴിച്ച് അദ്ദേഹത്തിന് നൽകി. തനിക്ക് ധരിക്കാൻ മറ്റൊരു വസ്ത്രം താൽക്കാലം വായ്പ വാങ്ങുകയും ചെയ്തു. വായ്പ വാങ്ങിയ ആ വസ്ത്രം ധരിച്ചാണ് ബിശ്റുൽ ആഫി ഈ ലോകത്തോട് വിട പറയുന്നത്. സംഭവം തീർന്നില്ല. മരണാനന്തരം ബിശ്റുൽ ആഫിയെ ഒരാൾ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ അദ്ദേഹം ചോദിച്ചു, അള്ളാഹു താങ്കളെ എന്തു ചെയ്തു? ബിശ്റുൽ ആഫി പറഞ്ഞു, അള്ളാഹു എന്നോട് സംസാരിച്ചു. എന്നോട് പറഞ്ഞു, ബിശ്റേ, താങ്കൾക്ക് സ്വാഗതം. താങ്കൾ വിട പറയുന്ന നേരത്ത് ഭൂമിയിൽ താങ്കളെക്കാൾ പ്രിയങ്കരനായി എനിക്ക് മറ്റാരുമുണ്ടായിരുന്നില്ല. ജീവിത വിജയം എന്ന പ്രയോഗം കേട്ട് തയമ്പിച്ചിരിക്കുകയായിരിക്കും നാം. എന്നാൽ വിജയമരണമെന്ന പ്രയോഗം കേട്ടിട്ടുണ്ടോ? ജീവിതത്തെ സംബന്ധിച്ച് നാം വിശദമായി ചർച്ച ചെയ്യാറുണ്ട്. മരണത്തെ സ്വാഭാവികമാണെന്നും അസ്വാഭാവികമാണെന്നോ പേരിട്ട് നാം പറയാറുമുണ്ട്. സത്യത്തിൽ ജീവിതം പോലെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ് മരണവും. ജീവിതം മാത്രം വിജയിച്ചാൽ പോരാ, മരണവും വിജയിക്കണം. മരണം വിജയിച്ചാൽ മാത്രമേ ജീവിതം വിജയിച്ചു എന്ന് തീർച്ചപ്പെടുത്താനാകൂ. ഏതൊന്നിൻ്റെയും അന്ത്യരംഗം, അതിൻ്റെ ജയപരാജയങ്ങൾ നിർണയിക്കുക അവസാനമാണല്ലോ. 5 വർഷ കാലാവധിയുള്ള ഒരു ഭരണകൂടം 4 വർഷവും 10 മാസവും മികവുറ്റ രീതിയിൽ മുന്നോട്ടു പോയെന്ന് കരുതുക. ഭരണത്തിൽ ആർക്കും ഒരു പരാതിയുമില്ല. പ്രതിപക്ഷത്തിൻ്റെ പോലും അഭിമാനങ്ങൾ പിടിച്ചുപറ്റിയ പ്രവർത്തനങ്ങൾ. പക്ഷേ അവസാനത്തെ 2 മാസം നേർവിപരീതം. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അനർത്ഥങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനം കാണുക 4 വർഷം നീണ്ടുനിന്ന മികച്ച ഭരണത്തെയല്ല, ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് അവസാനമായി സംഭവിച്ച വൈകല്യങ്ങളെയാണ്. ആ ഉയർത്തിക്കാട്ടി എതിർവിഭാഗം ആ സർക്കാരിനെ താഴെയിറക്കും. ഗംഭീരമായൊരു പ്രഭാഷണം അവസാനം വെച്ച് മോശമായാൽ ആ പ്രഭാഷണം പരാജയപ്പെട്ടതായിട്ടാണ് വിലയിരുത്തുക. നേരെ മറിച്ച് അവസാനം നന്നായാൽ തുടക്കം പാടിയാലും വലിയ കുഴപ്പമില്ല. തുടക്കം നന്നായാൽ ഒടുക്കം നന്നായി എന്ന് പറയാറുണ്ട്. എന്നാൽ ഒടുക്കം നന്നാക്കിയെടുക്കണം. ഒടുക്കം നന്നാക്കിയിട്ടിയാലേ നന്നായി എന്ന് പേര് പറയാൻ പറ്റുള്ളൂ. മികച്ച രീതിയിൽ മുന്നോട്ട് പോയ ജീവിതം മികച്ച രീതിയിൽ തന്നെ അവസാനിക്കുകയും വേണം. സൂര്യൻ്റെ അസ്തമനം അതിൻ്റെ ഉദയം പോലെ മനോഹരം തന്നെയാണല്ലോ. ജീവിതവും മരണവും അടിസ്ഥാനമാക്കി ജനങ്ങളെ 4 തരംതിരിക്കാം. 1. സാധാരണ ജീവിതം നയിച്ച് സാധാരണ മരണം വരിക്കുന്നവർ. അവരാണ് സാധാരണക്കാർ. അവരുടെ ജീവിതവും മരണവും അനുസ്മരിക്കപ്പെടാൻ മാത്രം ശ്രദ്ധയായിരിക്കില്ല. അതിനാൽ അത്തരക്കാർ മരണപ്പെടുന്നതോ അവരുടെ വിലാസവും അതോടൊപ്പം മരണപ്പെടുകയാണ്. 2. സാധാരണ ജീവിതം നയിച്ച് അസാധാരണ മരണം വരിക്കുന്നവർ. അവർ മഹാഭാഗ്യവാന്മാരാണ്. ജീവിതകാലത്ത് ശ്രദ്ധേയമായതൊന്നും അവർ ചെയ്തിട്ടുണ്ടാകുകയില്ല. അവസാന നിമിഷമായിരിക്കും എന്തെങ്കിലും ഒരു നന്മ ചെയ്ത് മരണത്തിലേക്ക് കടന്നു പോകുക. ആ നന്മയുടെ പേരിൽ അവർ എന്നും ഓർമ്മിക്കപ്പെടും. 3. അസാധാരണ ജീവിതം നയിച്ച് സാധാരണ മരണം വരിക്കുന്നവർ.
ജീവിതത്തിൽ പ്രതിഭകളായിരിക്കാം, പക്ഷേ അവരുടെ മരണം ഒട്ടും പ്രശംസാർഹമായിരിക്കില്ല. വല്ല തിന്മയും ചെയ്തുകൊണ്ടായിരിക്കും അവർ ജീവിതത്തോടെ വിട പറയുക. നിർഭാഗ്യവാന്മാരാണവർ. നാലാമത്തെ വിഭാഗം അസാധാരണ ജീവിതം നയിച്ച് അസാധാരണ മരണം വരിക്കുന്നവർ. അവരാണ് മഹാപ്രതിഭകൾ. അവരുടെ ജീവിതവും മരണവും മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കും. വിജയകരമായ മരണം വരിക്കാൻ വിജയകരമായ ജീവിതം നയിക്കുക തന്നെയാണ് വഴി. കടപ്പാട്. സുപ്രഭാതം. ഉൾക്കാഴ്ച.